Okay guys, I'm back with another video. നമ്മൾ വീഡിയോ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ VIVO Y21 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വില എങ്ങനെയാണ്, ഇതിന്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. സോ നേരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. വിവോയുടെ Y21 എന്ന സ്മാർട്ട് ഫോണുകളാണ് ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സ്മാർട്ട് ഫോണുകളുടെ സവിശേഷതകളിൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ ബാറ്ററി ലൈഫ് തന്നെയാണ്. 5000 mAh ബാറ്ററി ലൈഫിലാണ് ഈ സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഡിസ്പ്ലേയിൽ വരുന്ന പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണുകൾ 6.5 ഇഞ്ചിന്റെ HD+IPS ഡിസ്പ്ലേയിലാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ 720x1600 പിക്സൽ റെസൊല്യൂഷനും ഈ സ്മാർട്ട് ഫോണുകളിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ ഫോണിന്റെ മറ്റ് സ്പെസിഫിക്കേഷനുകൾ നോക്കുകയാണെങ്കിൽ സ്മാർട്ട് ഫോണുകൾ 4GB RAM കൂടാതെ 128GB സ്റ്റോറേജുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 4GB RAM 64GB വേരിയന്റും വിപണിയിൽ ലഭ്യമാണ്. നമ്മൾ ഈ ഫോണിന്റെ പ്രൊസസ്സറിലേക്ക് വരികയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണുകൾ MEDIATECH HELIO P35 പ്രോസസ്സറിലാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ ആൻഡ്രോയിഡിന്റെ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് 11 തന്നെയാണ് പ്രവർത്തനം നടത്തുന്നത്. കൂടാതെ 512GB വരെ മെമ്മറി കാർഡ് ഉപയോഗിച്ച് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ക്യാമറകളിലേക്ക് വരികയാണെങ്കിൽ ഈ വിവോ Y21 സ്മാർട്ട് ഫോണുകൾ ഡ്യുവൽ പിൻ ക്യാമറകളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. 13 MP പ്ലസ് 2 MP ഡ്യുവൽ ബാക്ക് ക്യാമറയാണ് ഉള്ളത്. അതുപോലെ തന്നെ 8 MP സെൽഫി ക്യാമറയും ഇതിൽ ലഭ്യമാണ്. ഈ സ്മാർട്ട് ഫോണുകളുടെ സവിശേഷതകളിൽ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററി ലൈഫ് തന്നെയാണ്. 5000 mAh ബാറ്ററി ലൈഫിലാണ് ഈ സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിന്റെ വില നോക്കുകയാണെങ്കിൽ 4GB RAM 128GB ഇന്റേണൽ സ്റ്റോറേജോടെ വരുന്ന ഫോണിന്റെ വില നോക്കുകയാണെങ്കിൽ 15490 രൂപയാണ് ഇതിന്റെ വില. തീർച്ചയായിട്ടും ഈ ഒരു റേഞ്ചിൽ ഈ ഒരു നല്ലൊരു ഫോൺ തന്നെയാണ് വിവോയുടെ Y21 എന്ന് പറയുന്ന ഫോൺ. ഈ ഒരു അപ്ഡേറ്റ് വരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ആയിട്ട് വന്നത്. അടുത്ത വേറെ വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.